തുടങ്ങാല്ലേ? ഇവരെ ഞാൻ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ് എന്നെ കുറിച്ച് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും, ഇവര് ആൻസർ എന്തായാലും എന്നെ കുറിച്ചായിട്ട് പറയാനുണ്ടാവും. പക്ഷെ എന്താ പറയാന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിഡ് യു എവർ തിങ്ക് ഐ വുഡ് ഗെറ്റ് ഇൻ ടു IIM ഓർ ലാൻഡ് മൈ കറന്റ് ജോബ്? അതെ അമ്മ. പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ല. എന്താ പ്രതീക്ഷിച്ചത്? എത്തുമോന്നുള്ളൊരു അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഫോറസ്ട്രി അല്ലേ പഠിക്കാൻ വിട്ടത്. ഫോറസ്റ്റ് പഠിച്ചോണ്ട് IIMലേക്കൊന്നും പോകലാന്ന് റേഞ്ച് ഓഫീസറായിട്ട് എന്തായാലും കിട്ടും എന്ന് അച്ഛൻ വിചാരിച്ചിരുന്നു. അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇവിടെ ആമസോണിലൊന്നും എത്തുന്ന ഇപ്പൊ ഞാനും വിചാരിച്ചില്ല. തീരെ വിചാരിച്ചില്ല. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പ്യുവർ ലക്ക്. അടുത്തത്, വാട്ട് ഈസ് ദ നോട്ടിയസ്റ്റ് തിങ് ഐ ഡിഡ് ആസ് എ ചൈൽഡ്? വാശി പിടിക്കുക. അത് വികൃതിതരല്ല, വാശി പിടിക്കല ഒരു വൃത്തിയുടെ സ്വഭാവം. വികൃതി എന്ന് പറയുന്നത് കാണാണ്ടായല്ലേ? എന്നെ ഒരു ദിവസം കാണാണ്ടായി. അതായത് ഞാൻ സ്കൂള് വിട്ട് വന്നിട്ട് എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ആരോട് പറയാണ്ട് ആരുടെ വീട്ടിൽ പോയി. ഇവിടെ വന്ന് നോക്കുമ്പോ ഫുൾ ആൾക്കാർ, വീട്ടില് മൊത്തം ആൾക്കാർ. ആ കുട്ടിയുടെ കൂടെ അങ്ങോട്ട് പോയി. ഞാൻ എത്തിയപ്പോഴാണ് കാണാണ്ടായത്. അതെ, എനിക്കും വലിയ ബോധമില്ലാത്ത സമയം അല്ലെ. ഞാൻ ആ കുട്ടിയുടെ കൂടെ പോയി അവിടുന്ന് മിക്സ്ചറും ചായയൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോ വീട്ടില് ഫുൾ ആൾക്കാര് അല്ലേ, കാണാല്ലേ പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിയുടെ അച്ചാച്ചൻ എന്നോട് പറഞ്ഞു, ഇനി എങ്ങാനും പോയാ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കുന്നത്. പുള്ളിപ്പ ഇല്ലാത്ത എനിക്ക് ഇപ്പോഴും ഓർമ്മ കേട്ടോ. ഡിഡ് ഐ എവർ എംബാരസ് യു ഇൻ ഫ്രണ്ട് ഓഫ് റിലേറ്റീവ്സ് ഓർ ഗസ്റ്റ്? ഞാൻ റിലേറ്റീവ്സിന്റെയോ ഗസ്റ്റിന്റെയോ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളെ നാണം കെടുത്തില്ലേ? എനിക്കൊരു ഓർമ്മ ഉണ്ട്. ഞാൻ ഉറങ്ങായിരുന്നു, പെട്ടെന്ന് മാമ വന്നിട്ട് എന്നിട്ട് എന്നെ കൊറേ വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ച ഏട്ടനാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോണ പറ്റിയിരുന്നു. മാമ ആകെ നാണം കെട്ടുപോയി. എപ്പോഴും ഓർമ്മ ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം. What is one thing you are most proud of me, about me? ഭഗവത്ഗീതയിലൊക്കെ എവിടെ പോയാലും ഭഗവത്ഗീത നന്നായിട്ട് ചൊല്ലും. കോമ്പറ്റീഷൻ കലാതിലകായി അതൊക്കെ നല്ല പ്രൗഡായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ പ്രൈസ് കിട്ടുന്നതാണ് അന്ന് അങ്ങനെയായിരുന്നു അന്ന് കലാതിലകം കലാപ്രതിഭയൊക്കെ. ഞാൻ 5th പഠിക്കുമ്പോൾ അല്ലെ, തീരെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ കണ്ട എല്ലാ പരിപാടിക്കും പോയി അമ്മ എല്ലാം പഠിപ്പിച്ചു തരും. റെസിറ്റേഷൻ, മലയാളം റെസിറ്റേഷൻ, ഭഗവത്ഗീത പിന്നെ ഒരു ഇതായിരുന്നു, ഒരു ഐറ്റായിരുന്നു എന്റെ മാസ്റ്റർ പീസ് ആയിരുന്നു. അപ്പൊ അതിനൊക്കെ പോയിട്ട് എല്ലാവരും ഹാൻഡ് റൈറ്റിംഗ് അല്ലേ. അപ്പൊ അങ്ങനെ 5 ഇപ്പോഴും ഒരു പ്രൗഡാന്ന് പറയുന്നത്. അടുത്തതാണ്, വാട്ട് ഈസ് സംതിങ് ഐ ഡു ദാറ്റ് അനോയ്സ് യു ദ മോസ്റ്റ്? ഞാൻ ചെയ്യുന്ന അച്ഛനോട് ചോദിക്കാം. അച്ഛനെ ഇഷ്ടപ്പെടാത്ത that you won't talk to any teacher or your fellow students. അത് അന്നല്ലേ, ചെറുപ്പത്തില് ഞാൻ അനോയില്ല. Now it is almost okay with you, no problem. അച്ഛൻ പറഞ്ഞെന്താന്ന് വെച്ചാല്, ഞാൻ രചന നഴ്സറിയിലായ സമയത്ത് ആരോടും മിണ്ടാറില്ല, ഒരു കുട്ടികളോടും മിണ്ടാറില്ല, ടീച്ചേഴ്സിനോടും മിണ്ടാറില്ല. എന്നിട്ട് വന്നിട്ട് ഏട്ടനോ അവരൊക്കെ കൂട്ടാൻ വരുമ്പോ ആദ്യം ചോദിക്കണ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മിണ്ടിയോ, ഐശ്വര്യ ഇന്ന് മിണ്ടിയോ ആരോടെങ്കിലും, ഇതാണ് ചോദിക്കുക. അപ്പൊ അതാണ് അച്ഛന് ഏറ്റവും ഇഷ്ടമില്ലാതിരുന്ന കാര്യം. അമ്മക്ക് എന്താ ഇല്ല ഇപ്പല്ല, പണ്ട് ചെറിയ കുട്ടിയല്ലായിരുന്നു. അതുകൊണ്ട് എന്ത് കാണിച്ചാലും അമ്മമാർക്ക് അതൊരു നല്ല കാര്യമൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് പറയപ്പെടുന്നത്. അജുവിനെ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഞാൻ ആദ്യം പറഞ്ഞിട്ട് പിന്നെ കണ്ടില്ലേ, ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തില്ലേ, അപ്പൊ എന്താ തോന്നിയത്? I have seen him earlier, but didn't recognize him. To be
മറ്റേ കല്യാണത്തിന് വന്നിട്ട് ആ അന്ന് ഏട്ടന്റെ കല്യാണം അതറിയില്ല ഇല്ല. എന്താ തോന്നിയത്? നീ സെലക്ട് ചെയ്തതല്ലേ അപ്പൊ അതിനോട് ഞങ്ങൾ യോജിച്ചു. അല്ല സംസാരിച്ചപ്പോ എന്ത് തോന്നി അതാ അറിയണ്ട. ഞാൻ അക്സെപ്റ്റ് അതൊക്കെ ഓക്കെ. He was nice, no problem. No problem. ഫൈനൽ ആൻസർ കിട്ടിയല്ലോ. വാട്ട് വാസ് എ മോസ്റ്റ് ഡ്രമാറ്റിക് ടാൻഡ്രം ആസ് എ കിഡ്? അത് പിന്നെ ആ കാണാണ്ടായതായിരുന്നു അല്ലേ? കൂടാണ്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? If she remembers, that will be better because I was not so familiar with you. Okay, I was. അച്ഛൻ ഒരു ഓഫീസിലായിരുന്നു. അത് വാശിയില്ല. വാശി ഇന്ന് മറ്റേ ആഗ്രഹിച്ചത് തന്നെയാണ്. അത് നല്ല കാര്യമില്ല. ആ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ഡിഡ് ഐ എവർ റൺ അവേ ഫ്രം ഹോം ഓർ ത്രെറ്റൻ ടു? Yes, yes. അത് റൺ അവേ അല്ല, We didn't threaten, but you did it. അച്ഛനായിരുന്നു ഞങ്ങളെ പുറത്താക്കാറ്. Yes. അത് അങ്ങനത്തെ ഒരു സ്വഭാവം അത് അച്ഛനുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് കൂടുതൽ തെറ്റ് ഞാനും അച്ഛനും തമ്മിൽ മാത്സിന്റെ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ അച്ഛൻ എന്നെ മാത്സ് പഠിപ്പിക്കാനിരിക്കുമ്പോ ഞാൻ അച്ഛനും എനിക്കറിയുണ്ടാവും ആൻസർ. പിന്നെ തല്ലേ. പിന്നെ എന്നെ രാത്രി പുറത്താക്കും വീട്ടിൽ. അതായത് പുറത്ത് ആക്കിയിട്ട് വാതില് അടച്ചു രാത്രി. ആ എന്നാലും അച്ഛൻ പുറത്താക്കി. അത് സ്ഥിരമായിരുന്നു. അല്ലല്ല അല്ല എന്നെ പുറത്താക്കി. ഞാൻ എത്ര ഇട്ടത്തിരുന്നുണ്ട് എനിക്ക് ഓർമ്മ. അത് ക്രൂരനായിരുന്നു. ആ ഇനി ലാസ്റ്റ് ആണ്. ഡിഡ് ഐ ടോക്ക് ടു മച്ച് ഓർ ടു ലിറ്റിൽ ആസ് എ ചൈൽഡ്? അതിന്റെ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഞാൻ അധികം സംസാരിക്കുന്നില്ല അല്ലെ, ഭയങ്കര ഇൻട്രോവേർട്ട്. ഇപ്പൊ അടുത്തടുത്തല്ലേ സംസാരിക്കാൻ തുടങ്ങിയത്. അതാണ്. അപ്പൊ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ അല്ലേ. ഇപ്പൊ തൽക്കാലം അത്രയേ ഉള്ളൂ, വലിയ ലെങ്ത്തിൽ നമുക്ക് പോണ്ട. ഇനി വേണമെങ്കിൽ അടുത്തതിൽ ചോദിക്കാം. ഓക്കെ, ശരി.